കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹീതമായ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഈ സായാഹ്നത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാനിനി കൂടുതൽ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേവദാസൻ പറഞ്ഞ നല്ല വാക്കുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനെയൊരു അവസരം എനിക്ക് ഈ ദൈവസഭയിൽ ഒരുക്കിയ പ്രിയ കർത്തൃദാസൻ, ഞാൻ ഒരുമിച്ച് എൻ്റെ സീനിയറായിരുന്നു പാസ്റ്റർ ഇമ്മാനുവൽ TG, ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ജയോത്സവം ദൈവസഭയുടെ ശുശ്രൂഷകനും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ ഡാനിയൽ നിൽക്കുന്നതിൽ കടന്നു വന്ന ദൈവജനങ്ങൾ, മാതാപിതാക്കൾ, ഇന്ന് കൊയർ ലീഡ് ചെയ്ത ഗായക സംഘം, എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ വരേണ്ടത്, എങ്കിലും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് താമസിച്ച് വരിക എന്നുള്ളത്. എനിക്കറിയാം, ഒരു ശുശ്രൂഷകനെ വിളിച്ചു കഴിഞ്ഞാൽ ശുശ്രൂഷകൻ വരാതിരുന്നാലുള്ള സംഘാടകരുടെ ബുദ്ധിമുട്ടുകൾ, വെത്തപ്പാടുകളൊക്കെ എനിക്കറിയാം. കാരണം ഞങ്ങളും അനേക മേഖലയുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളും സംഘാടകരായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. എങ്കിലും കർത്താവ് ഇന്നത്തെ ദിവസം നമുക്കൊരുക്കിയതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കടന്നു വന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരോടും ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും ഈ സമയം അറിയിക്കുന്നു. അല്പസമയത്തെ വേദചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51 അധ്യായം അതിൻ്റെ 9 വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ആ ആ രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തിലെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ച് കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. അല്പസമയം അധരങ്ങളെ ഒന്ന് തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മാനുഷിക വാക്കുകളല്ല ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ഉയർന്ന് കേൾക്കേണ്ടത്. ഇതിനകത്ത് കടന്നു വന്ന ദൈവജനങ്ങൾ ഏത് ബദ്ധപ്പാടോടുകൂടി ഇതിനകത്ത് കടന്നു വന്നുവോ, ഈ ആലയത്തിനകത്ത് ഈ സമയം ഇതിനകത്തിരിക്കുമ്പോൾ ഏത് ചിന്താകുലങ്ങളോടെ ഇരിക്കുന്നുവോ, ഈ ആലയം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അദൃശ്യ കരം, യഹോവയുടെ ഭുജം പ്രവർത്തിക്കുവാൻ ആദരങ്ങളെ തുറന്നൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനും സ്വർഗസ്ഥനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. കർത്താവേ, അതേ ആത്മാവിനാൽ ഈ വചനം എഴുതിയോ അതേ ആത്മാവിനാൽ തന്നെ സംസാരിക്കുമാറാകണമേ. കർത്താവേ, ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുവാൻ നിലത്തിയൊരുക്കുന്നത് പോലെ അവർ ദൈവജനങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധയാത്മാവ് വചനത്തിൻ്റെ വിത്ത് പാകുവാൻ ഈ സമയം ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. കർത്താവ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ് നാം വായിച്ചത്. 51 അധ്യായം 9 വാക്യം ഒരു പ്രാവശ്യം കൂടെ ശബ്ദത്തോടെ വായിക്കാം. ആ ആ ആ ആ സമുദ്രത്തിലെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ച് കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? മതി. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണ് നാം വായിച്ചത്. പഴയ നിയമ പുസ്തകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് യെശയ്യാവ്. ഓടിച്ച മുഖവുരകൾ പറയാം. അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് നിങ്ങളെല്ലാം പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നാൽ നമ്മളോട് ഒരുമിച്ച് നമ്മൾ ദൈവാത്മാവ് വ്യക്തിപരമായും ശക്തമായും നമ്മോട് സംസാരിക്കും.
പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് യെശയ്യാവ്. യെശയ്യാവ് പ്രവചിച്ച കാലമെന്ന് പറയുന്നത് BC 740 മുതൽ 680 വരെ യഹൂദയിലെ പ്രവാചകനായിരുന്നു യെശയ്യാവ്. അസീരിയൻ സാമ്രാജ്യം ശക്തിപ്പെടുകയും വടക്കൻ രാജ്യവും തെക്കൻ രാജ്യവും അതുപോലെ ഇസ്രായേലും യഹൂദയും വളരെ ഭീഷണിക്കകത്തും പല രാജ്യങ്ങൾ പിടിച്ചടക്കുകയും അസീരിയൻ സാമ്രാജ്യം പിടിച്ചടക്കപ്പെടുകയും ചെയ്തപ്പോൾ ദൈവജനം പ്രത്യാശയില്ലാത്തവരായി നിരാശയിലേക്ക് വഴുതി വീണപ്പോൾ അവരെ ഒന്ന് പ്രത്യാശയിലേക്ക് ഒന്ന് പിടിച്ചു നിർത്തുവാൻ പ്രവാചകൻ 51 ഈ അധ്യായം എഴുതുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച വചനം അതല്ല. ഈ 51 അധ്യായം എഴുതുമ്പോൾ തന്നെ അവൻ സാമൂഹികപരമായും അതുപോലെ രാഷ്ട്രീയപരമായും അതുപോലെ ആത്മീകപരമായും അന്ധതയ്ക്കകത്ത് കിടന്ന ഈ ദൈവജനത്തെ നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ പ്രത്യാശയ്ക്കൊരു രക്ഷാകരം ഉണ്ടെന്നുള്ളത് ഈ പ്രവാചകൻ ഇവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ചിന്തയിലേക്ക് പോയത് 51 അധ്യായം നമ്മൾ 9 വാക്യം വായിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ കരം നമ്മിലേക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുകയാണ്. വളരെ നിരാശയിലേക്കും പ്രത്യാശയിലേക്കും കടന്നു പോകുമ്പോൾ ഇസ്രായേൽ യഹൂദാജനം ഒരു വലിയ രാജ്യമാണ്. ഈ രാജ്യമായ യഹൂദാജനത്തെ 51 അധ്യായം ഈ ദൈവജനത്തെ വലിയൊരു രാജ്യമായി നിൽക്കുമ്പോൾ 51 അധ്യായത്തിൽ യഹോവയുടെ കരത്തെക്കുറിച്ചും യഹോവ അവർക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കുന്നതിനെക്കുറിച്ചും ഈ നിങ്ങൾ കടന്നു വന്ന ആദ്യകാലങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനെക്കുറിച്ചും ഇവിടെ യെശയ്യാ പ്രവാചകൻ ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്. 51 അധ്യായം ആരംഭം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങളുടെ ആദ്യ കാലങ്ങളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് ദൈവജനത്തോട് ആത്മാവിൽ പ്രാരംഭത്തിൽ തന്നെ ഒരു ദൂത് വിളിച്ച് പറയാം. നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ഒന്നുമല്ലാത്തൊരു സമയത്ത് ദൈവം നമ്മളെ വിളിച്ചിറക്കി ഇത്രത്തോളം കൊണ്ടുവന്നത് അത് ദൈവത്തിൻ്റെ കരമാണെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിലൊന്ന് പഴയ കാര്യങ്ങളെ ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്നെ ദൈവം കൊണ്ടുവന്ന വിധമൊന്ന് ഓർത്തു നോക്കിക്കേ, ദൈവം നടത്തിയ വിധമൊന്ന് ഓർത്തു നോക്കിക്കേ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാനിവിടെ വന്നതല്ല, എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നതാ, ഞാനിവിടെ നിന്നതല്ല, എന്നെ ദൈവം നിർത്തിയതാ. ഇന്ന് രാത്രിയിൽ ആ അദൃശ്യനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടെ ഒന്ന് ശക്തിയോടെ അകത്തെ ആത്മാർത്ഥത ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഒന്ന് ദൈവസന്നിധിയിൽ ആരാധിച്ചേ. ദൈവം നമ്മളെ കൊണ്ടുവന്നതാണ്, നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നതല്ല എന്നുള്ളത്. ആമേൻ. ദൈവകരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 51 അധ്യായം അതിൻ്റെ 1 വാക്യം ഇങ്ങനെയാ പറയുന്നത്: നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളൊന്ന് നോക്കുക. ഞാൻ അബ്രഹാമിനെ ഏകനായി വിളിച്ചു. വെട്ടിയെടുക്കപ്പെട്ട പാറയിലേക്കും അവൻ നിങ്ങളെ പ്രസവിച്ച് ഗനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അബ്രഹാമിനെ ഏകനായി വിളിച്ചു. അവൻ നിങ്ങളെ പ്രസവിച്ച സാറയിലേക്ക് നോക്കുവിൻ. ഇങ്ങനെയാണ് 51 അധ്യായം തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവൻ യഹോവയുടെ കരം വെളിപ്പെടുന്നതിന് മുമ്പ് ആ ഓർമ്മയൊന്ന് ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങളെ വെട്ടിയെടുക്കപ്പെട്ട പാറയിലേക്ക് നോക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ രാജ്യമാകുന്നതിന് മുമ്പേ, ഈ രാജ്യത്തിൻ്റെ ഇത്രയും ജനങ്ങളാകുന്നതിന് മുമ്പേ അവൻ നിങ്ങളെ വെട്ടിയെടുക്കപ്പെട്ട ഒരു പാറയുണ്ട്. ആ പാറയിലേക്ക് നോക്കണം. കാരണം ഒന്നുമല്ലാതിരുന്ന സമയത്ത് അവൻ ഇത്രത്തോളം ആക്കിയത് അവനത് സ്വർഗത്തിലെ കരമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് കൈമാറുന്നതെങ്കിൽ ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയട്ടെ. ഒന്നുമല്ലാത്തിടത്തു നിന്ന് ദൈവം ഇത്രയൊക്കെ കൊണ്ടുവന്നെങ്കിൽ ആത്മാർത്ഥതയോടെ അഹങ്കാരമില്ലാത്ത ഹൃദയത്തോടെ ഇന്ന് രാത്രിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എന്നെ കൊണ്ടുവന്ന പാറയിലേക്കും എന്നെ വെട്ടിയെടുക്കപ്പെട്ട പാറയിലേക്കും ഒന്നുമല്ലാതിരുന്ന സമയങ്ങളിലേക്കും ഇന്ന് രാത്രിയിൽ ഒന്ന് തിരിഞ്ഞു നോക്ക് നിങ്ങൾ. ആമേൻ. ഞാനിങ്ങനെ ചിന്തിച്ചു, 2 പേരെയാ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് അബ്രഹാമിനെയും 2 സാറയെയും. അബ്രഹാമിനെ ഞാൻ ഏകനായി വിളിച്ചു. അബ്രഹാമിനെ ഞാൻ എന്ത് ചെയ്തു? ഏകനായി വിളിച്ചു. അബ്രഹാമിനെ വിളിക്കുമ്പോൾ രാജ്യമായിട്ടല്ല വിളിച്ചത്,
ഏകനായിട്ടാണ് വിളിച്ചത്. ഇന്ന് രാത്രിയിൽ ഏകനായി വിളിച്ച അബ്രഹാമിനെ ഒരു രാജ്യമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് വിളിച്ചു പറയട്ടെ, ഒറ്റയ്ക്കിറങ്ങിയാലും ഒറ്റയ്ക്ക് വന്നാലും അവൻ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെങ്കിൽ അവൻ വഴിയിൽ ഒരു നാളും തള്ളിക്കളയത്തില്ലെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവജനങ്ങൾ ഇന്ന് രാത്രിയിൽ എത്ര പേരുണ്ട്? എന്നെ വിളിച്ചവൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. ഏകനായി വിളിച്ച് അബ്രഹാം ദൈവം വിളിച്ച ഉടനെ രാജ്യമാക്കിയതല്ല. ഏകനായി വിളിച്ചിറക്കി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ആദ്യം തുടങ്ങിയത്, ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ആദ്യം ആരംഭിച്ചത്. ആരംഭം ഒന്നുമില്ലാത്തിടത്ത് നിന്ന് തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ഒരു രാജ്യമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യാശ കൈവിട്ട് നിൽക്കുകയാണെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. ഒന്നുമല്ലാത്തിടത്ത് നിന്ന് വിളിച്ച് ഇത്രയൊക്കെയും കൊണ്ടുവന്നത് ദൈവമാണെങ്കിൽ ഇപ്പോഴും ഇന്ന് രാത്രിയിലും ഈ നിമിഷത്തും അവൻ അതിശയം ചെയ്യാൻ നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിന് കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. അപ്പോൾ ഒന്നുമല്ലാത്തിടത്ത് നിന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്, ഒന്നുമില്ലാത്തിടത്തു നിന്നും ദൈവത്തിന് ആരംഭിക്കാൻ കഴിയുമെന്ന് അവൻ ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ അവൻ ഈ സഭയുടെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനിങ്ങനെ ഓർക്കുകയുണ്ടായി. ആദ്യ കാലങ്ങളിൽ അവൻ മരത്തിൻ്റെ അടിയിൽ ആരംഭിച്ച ഈ ജയോത്സവം ഇന്ന് നമ്മൾ ഇതിനകത്തായിരിക്കുന്നതിന് കാരണം അവൻ നമ്മളെ വെട്ടിയെടുക്കപ്പെട്ട പാറയല്ല, നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട ഒരു പാറയുണ്ട്. ആ പിളർക്കപ്പെട്ട പാറ ക്രിസ്തുവാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി രക്ഷകരായ ഒരു പാറ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. രക്ഷകനായ ഒരു ദൈവം ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവൻ ഒന്നുമല്ലാത്തിടത്തിരുന്ന കാലത്ത് നമ്മളെ ഇത്രത്തോളം രക്ഷയിലേക്ക് നടത്തി ഇവിടെ കൊണ്ടിരുത്തിയ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയിൽ നമ്മളെ വിടുവിക്കുന്ന കരം കൂടെയാണ്. ആമേൻ. അപ്പോൾ ഏകനായി വിളിച്ച അബ്രഹാമിനെ ഒരു രാജ്യമാക്കി. അപ്പോൾ ഏകനായി വിളിച്ച് അബ്രഹാമിനെ രാജ്യമാക്കിയെങ്കിൽ രണ്ടാമത് പറയുന്ന പദമാണ്, നിങ്ങളെ പ്രസവിച്ച സാറയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ പ്രസവിച്ച സാറയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറയുന്നതിന് കാരണം എന്താ? പ്രസവിച്ച സാറയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞതിൻ്റെ കാരണം സകല ലോകവും ഇതിനകത്തിനി ഒന്നും ഉരുവാകത്തില്ലെന്ന് വില കൽപ്പിച്ചപ്പോൾ അതിനകത്ത് നിന്നൊരു രാജ്യം ദൈവത്തിനുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിർജീവമായതിനകത്തു നിന്ന്, ലോകം അവസാനിച്ചെന്ന് പറഞ്ഞതിനകത്തു നിന്ന്, ഇനി തീർന്നെന്ന് പറഞ്ഞതിനകത്തു നിന്ന്, ഇതിവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞതിനകത്തു നിന്ന് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അവൻ തിരുവചനം നമ്മൾ ഓർക്കുമ്പോൾ എത്ര പേരറിയാതെ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. അവൻ ലോകം അവസാനിച്ചെന്ന് പറഞ്ഞ് വിധി എഴുതിയതാ. ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവത്തിന് അത് ആരംഭിക്കാൻ കഴിയുമെന്നേ തിരുവചനം അതാ പറയുന്നത്. അവസാനിച്ചിടത്ത് നിന്ന് തുടങ്ങുന്നവനാ നമ്മുടെ ദൈവം, തീർന്നിടത്ത് നിന്ന് തുടങ്ങുന്നവനാണ് നമ്മുടെ ദൈവം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു രൂപവും ഒരു ഭാവിയും ഇല്ലാതെ കിടന്ന അസ്ഥിയെ സൈന്യമാക്കി എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, അകത്തു കിടന്ന ലാസർ 4 നാളായി നാറ്റം വെച്ച ലാസറിനെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിർജീവമായതിനകത്ത് പ്രവർത്തിക്കാനും അവൻ ഒന്നും ഇല്ലാതിരിക്കുന്നതിനകത്ത് പ്രവർത്തിക്കാനും എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനങ്ങൾ ഇന്ന് രാത്രിയിൽ അതരങ്ങളെ തുറന്നു ദൈവത്തെ സ്തുതിച്ച് ഇതിനകത്ത് കടന്നു വന്ന ദൈവജനത്തോട് ആത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. ഏത് സാഹചര്യത്തും ഏത് അവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്. അതൊക്കെ കഴിഞ്ഞ് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അവൻ ദൈവം നീതി നടത്തുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ അതിനകത്തൊരു ദൂത് മാത്രം പറഞ്ഞ് കടന്നു പോകാം. അവൻ നീതി കിട്ടേണ്ട സ്ഥാനത്ത് നീതിയില്ലാതെ കിട്ടുമ്പോൾ, നീതിയില്ലാതെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ യഥാർത്ഥമായി മുഴങ്കാൽ മടക്കുന്ന ഭക്തന് വേണ്ടി ഒരു നീതിമാനായ ദൈവം നീതി നടപ്പാക്കുന്ന ഒരു സമയം അതിവിദൂരമല്ല എന്നുള്ളത് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ എത്ര പേരുണ്ട്? അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വായിച്ച തിരുവചനമാണ്, യഹോവയുടെ കരം
അവരിത് രാത്രിയിൽ യഹോവയുടെ ഭുജമേ ഉണരുക ഉണരുക, മുമ്പേ എന്ന തലമുറകളിൽ എന്ന പോലെ യഹോവയുടെ ഭുജമേ ഉണരുക. ഞാൻ യഹോവയുടെ കരത്തെക്കുറിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ യഹോവയുടെ കരം നമ്മളെ സംരക്ഷിക്കുന്ന കരമാണ്. യഹോവയുടെ കരം നമ്മളെ പരിപാലിക്കുന്ന കരമാണ്. യഹോവയുടെ കരം നമ്മളെ താങ്ങി നിർത്തുന്ന കരമാണ്. അവൻ ഇന്ന് രാത്രിയിൽ അവൻ ഒരു 2-3 വചനങ്ങൾ മാത്രം, 2-3 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് കടന്നു പോകാം. അവൻ യിരെമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ ഇസ്രായേൽ ഗൃഹമേ, അവൻ കുശവൻ്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ എനിക്ക് അതിന് നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ, കുശവൻ്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവൻ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് തകർന്നു പോയാലും അതിനെ പണിയാൻ കുശവൻ അറിയാവുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ദൈവജനം യഹോവയുടെ കരങ്ങളിൽ ഇരിക്കുന്നുവെന്ന. എത്രയൊക്കെ തകർച്ച ഏർപ്പെട്ടാലും, എത്രയൊക്കെ സാഹചര്യ സമ്മർദ്ദങ്ങൾ മൂലം നമ്മളെ തകർന്നു പോയാലും യഹോവ നമ്മളെ പണിയുന്ന കരമാണ് യഹോവയുടെ കരമെന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നെ മെനഞ്ഞവനായ യഹോവയുടെ കരം? അവൻ ഈ തിരുവചനം 9-ാം അധ്യായം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് യഹോവയുടെ ഭുജം, യഹോവയുടെ കരം. പണ്ടത്തെ തലമുറകളിൽ എന്ന പോലെ യഹോവയുടെ ഭുജം. എപ്പോഴാണ് പണ്ടത്തെ തലമുറകളിൽ യഹോവയുടെ ഭുജം പ്രവർത്തിച്ചത്? ഇസ്രായേൽ ജനം മിസ്രൈമിലായിരിക്കുന്ന കാലഘട്ടം. അവൻ തിരുവചനം ഇങ്ങനെയാ പറയുന്നത്, യോസേപ്പ് അവൻ മരിച്ചപ്പോൾ യോസേപ്പിനെ അറിയാത്തൊരു രാജാവ് മിസ്രൈമിൽ എഴുന്നേറ്റു. യോസേപ്പിനെ അറിയാത്തൊരു രാജാവ് മിസ്രൈമിൽ എഴുന്നേറ്റപ്പോൾ അവൻ ഇങ്ങനെയാണ് തിരുവചനത്തിൽ അതിൻ്റെ താഴോട്ട് പഠിക്കുന്നത്. അവനൊരു ഫറവോൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അവൻ ഫറവോൻ ദൈവജനത്തിനെതിരായി അവർ ചിന്തിക്കുകയാ. ഇവർ എന്ത് ചെയ്യാൻ പാടില്ല, ഇവർ ഇനി വളരാൻ പാടില്ല. ദൈവജനം ഇനി വളർന്നു കഴിഞ്ഞാൽ, ഈ ജനം ഇനി വളർന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഭീഷണിയായി മാറും. എന്തായി മാറും? ഭീഷണിയായി മാറും. അതിന് ഇവരുടെ വളർച്ചയെ തകർത്ത് കളയണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കരം നമ്മോടൊപ്പമുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ആത്മാവിലൊരു ദൂത് പോലെ വിളിച്ചു പറയട്ടെ. ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ തളർത്താൻ ശ്രമിച്ചാലും, ആരൊക്കെ വെട്ടിയിടാൻ ശ്രമിച്ചാലും അവൻ വളർത്തുമാറാക്കുന്നത് അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ്. അവൻ ഒരു ഫറവോന്യ ചിന്തകൾക്കും ഒരു ഫറവോന്യ മണ്ഡലങ്ങൾക്കും അതിനെ തകർത്ത് കളയാൻ കഴിയത്തില്ല. അതിനെ വളർത്തുന്നത് അത് ദൈവത്തിൻ്റെ കരമാണ്. ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ദൈവജനം ഇനി വളരാൻ അനുവദിക്കരുത്. ഇനി വളരാൻ അനുവദിക്കാതിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇവർ നമുക്കൊരു ഭീഷണിയായി മാറും എന്ന് പറഞ്ഞാൽ, അവൻ നമുക്ക് ഭീഷണിയായി മാറരുത്, നമ്മളെ കഴിഞ്ഞും വളരരുത്. ഇവർ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിമയായി മാറും. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവജനത്തിൻ്റെ വളർച്ചയെ തകർക്കാൻ സാത്താന് കഴിയുമോ? പിശാചിന് ദൈവജനത്തിൻ്റെ വളർച്ചയെ തകർക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ കൂടി എന്നോട് ദൈവാത്മാവ് സംസാരിച്ചത് ഇങ്ങനെയാണ്. സ്തേഫാനോസ് തൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ സ്തേഫാനോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാം പിതാവിനോട് വാഗ്ദത്തം ചെയ്ത കാലം വന്നപ്പോൾ ജനം വർദ്ധിച്ചു പെരുകിയെന്ന്. എന്ന് പറഞ്ഞാൽ വാഗ്ദത്തത്തിൻ്റെ കാലമുണ്ടെങ്കിൽ ഒരു വർധനവിൻ്റെ കാലമുണ്ടെന്നുള്ളത് ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് വിളിച്ചു പറയുമ്പോൾ, എത്രയൊക്കെ പീഡനമുണ്ടെങ്കിലും, എത്രയൊക്കെ തകർച്ചയുണ്ടെങ്കിലും, എത്രയൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും, ഇന്ന് രാത്രിയിൽ ഫറവോൻ അതിനെ തകർക്കാൻ ശ്രമിച്ചാലും, ഫറവോൻ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും, അവൻ പൈശാചിക മണ്ഡലങ്ങൾ തകർത്ത് അവൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും, ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയട്ടെ, വാഗ്ദത്ത കാലമുണ്ടെങ്കിൽ ഒരു വർധനവിൻ്റെ കാലം ദൈവസഭയ്ക്കുണ്ട്, ദൈവജനത്തിനുണ്ട്. അവൻ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയ്ക്കകത്തുണ്ട്. തലയ്ക്ക് മീതെ വാഗ്ദത്തം നിൽക്കുന്ന കാലം വരെയും ശുശ്രൂഷയെ വെട്ടിക്കളയാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും സാധിക്കത്തില്ല. വാഗ്ദത്തം തലയ്ക്ക് മീതെ നിൽക്കുന്ന കാലം വരെയും അവൻ സഭയുടെ അധികാരങ്ങളെ തകർത്തു കളയാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും ഇന്ന് രാത്രിയിൽ അതിനെ സാധിക്കത്തില്ല. ഏത് ശക്തികൾ പ്രബലപ്പെട്ടാലും അതിനെതിരെ ഒരു ദൈവത്തിൻ്റെ കരമുണ്ടെന്നുള്ളത് എത്ര പേര് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ തിരിച്ചറിയുന്നു? അതാണ് ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത്.
ആമേൻ, ഹല്ലേലൂയ. അവൻ അബ്രഹാം പിതാവിനോട് വാഗ്ദത്തം ചെയ്ത കാലം വന്നപ്പോൾ ജനം വർദ്ധിച്ച് പെരുകി. ഞാനിങ്ങനെ ചിന്തിച്ചു, അബ്രഹാമിനോട് ദൈവം പറയുക സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷക്കാലം പാർക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കേ. ഒരു മനുഷ്യനോട് ദൈവം പറയുക 400 വർഷക്കാലം സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കുമെന്ന്. 175 വർഷം ജീവിച്ചിരുന്ന അബ്രഹാം 400 വർഷമൊന്നും ജീവിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ അതിനകത്ത് മറഞ്ഞു കിടന്ന ഒരു പ്രവചനമുണ്ട്. എന്താ മറഞ്ഞു കിടന്ന ഒരു പ്രവചനം എന്നറിയാമോ? അബ്രഹാമേ, നീ ഈ ഭൂമി വിട്ടു പോയാലും നിന്റെ സന്തതിയെ ഇന്ന് രാത്രിയിൽ വളർത്തുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവമെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് തലയ്ക്കുമീതെ വാഗ്ദത്തം നിൽക്കുന്ന കാലം വരെയും ഇന്ന് രാത്രിയിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ നമ്മെ തകർക്കാൻ ശ്രമിച്ചാലും വാഗ്ദത്തം അവസാനിക്കാതെ ഇന്ന് രാത്രിയിൽ ഈ ഭൂമി വിട്ടു വെട്ടിക്കളയാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ വാഗ്ദത്തം, എൻ്റെ കുടുംബത്തിൻ്റെ വാഗ്ദത്തം, എൻ്റെ ശുശ്രൂഷയുടെ വാഗ്ദത്തം, എൻ്റെ തലമുറകളുടെ വാഗ്ദത്തം, ഇതൊന്നും അവസാനിക്കാതെ ഈ ഭൂമി വിട്ടു വെട്ടിക്കളയാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം അവസാനിക്കത്തില്ലെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. വാഗ്ദത്തം അവസാനിക്കാതെയൊന്നും വാഗ്ദത്തം നിവർത്തിക്കാതെയൊന്നും ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം ഈ ഭൂമി വിട്ട് മാറ്റിക്കളയത്തില്ല കേട്ടോ. അതിന് ഉദാഹരണമായി ഇന്ന് രാത്രിയിൽ നമ്മൾ വന്നിരിക്കുന്ന ഓരോരുത്തരും എത്രയോ പ്രാവശ്യം ശത്രു വെല്ലുവിളിച്ചതാ, എത്രയോ പ്രാവശ്യം ശത്രു പറഞ്ഞതാ, നിന്റെ വാഗ്ദത്തം ഞാൻ ഈ ഭൂമി വിട്ട് വെട്ടിക്കളയുമെന്ന്. പക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൈവസഭയോട് വിളിച്ചു പറയട്ടെ, ഫറവോൻ എത്ര മണ്ഡലങ്ങൾ എത്ര പ്രബലപ്പെട്ടാലും, സൈന്യങ്ങൾ എത്ര പ്രബലപ്പെട്ടാലും, വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ, ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ദൈവമാണെങ്കിൽ, ദൈവസഭയെ ദൈവജനത്തെ കൂട്ടിവരുത്തിയത് ദൈവമാണെങ്കിൽ, ദൈവമറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവമറിയാതെ ഇന്ന് രാത്രിയിൽ ഒരു രോമത്തിൽ തൊടാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഫറവോൻ പറയുക ഇവനെ വളർത്തരുതെന്ന്. നമ്മുടെയൊക്കെ ചിന്തകളിൽ കൂടെ ഒന്ന് കടന്നുപോയാൽ ഇങ്ങനെയാണ്, മാനുഷികമായി ചിന്തിച്ചാൽ പറയും നമ്മളെ വളർത്താതിരിക്കാൻ പലരും എന്ത് ചെയ്യും? നമ്മളെ വളർത്താതിരിക്കാൻ പലരും ശ്രമിക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ വളർത്താതിരിക്കുന്നതിനകത്തൂടെ വളരുന്നതാണ് ദൈവിക വാഗ്ദത്തമെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് വിളിച്ചു പറയട്ടെ, ദൈവസഭ വാഗ്ദത്തത്തിനകത്ത് വളരുന്നതാണ്, ശുശ്രൂഷ വാഗ്ദത്തത്തിനകത്തുള്ളതാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ തകർക്കാൻ ശ്രമിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിൽ അതിനെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ഇതിനെ വളർത്തുമാറാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ വളർത്തിയത് സ്വർഗത്തിലെ ദൈവമാ, എൻ്റെ കുടുംബത്തെ വളർത്തിയത് സ്വർഗത്തിലെ ദൈവമാ, എൻ്റെ തലമുറയെ വളർത്തിയത് സ്വർഗത്തിലെ ദൈവമാ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ജയോത്സവത്തെ വളർത്തിയത് അത് സ്വർഗത്തിലെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ആധരങ്ങളെ തുറന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. വളർത്തുന്ന ദൈവത്തിൻ്റെ കരമാണ് ഇന്ന് രാത്രിയിൽ നമ്മോട് കൂടെയുള്ളത്. ചിന്തിച്ച് നോക്കിക്കേ, വളർത്താതിരിക്കാൻ ശ്രമിക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഒരു ദൂത് മാത്രം പറഞ്ഞു പോകാം. വളർത്താതിരിക്കുമ്പോൾ ശ്രമിക്കുമ്പോഴും ദൈവമേ ഇതിനകത്തുകൂടെ നമുക്കെങ്ങനെ വളരാൻ സാധിക്കും? 4 ഭാഗത്തുകൂടെ നമുക്ക് എന്താ പോരാട്ടവാ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പോരാട്ടവാ. 4 ഭാഗത്തുകൂടെ നമുക്ക് എന്ത് ചെയ്യുക? പ്രയാസവാ, വളരാൻ പറ്റത്തില്ലെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഒരാത്മീക ദൂത് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഈശായുടെ കുറ്റിയിൽ നിന്ന് ദൈവത്തിനൊരു മുള പൊട്ടി പുറപ്പെടുവിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, വെട്ടിക്കളഞ്ഞതിനകത്തു നിന്ന് ഇന്ന് രാത്രിയിൽ ഇല്ലായ്മ ചെയ്തതിനകത്തു നിന്ന് വളർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനങ്ങൾ അധരങ്ങളെ തുറന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. വെട്ടിക്കളഞ്ഞതിനകത്തു നിന്ന് വളർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവമെന്ന്. ദൈവജനത്തിൻ്റെ വളർച്ചയെ ഫറവോന് ഭയമാ. പിശാച് പല പദ്ധതികൾ ഇടും. പിശാച് പല പദ്ധതികൾ ഇടുമ്പോഴും പിശാചിൻ്റെ പല പദ്ധതികൾക്കകത്ത് ദൈവത്തിന് പദ്ധതികളില്ല, ദൈവത്തിന് പദ്ധതിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, പിശാച് പദ്ധതികൾ ഇടുമ്പോഴും ദൈവത്തിന് ഒരൊറ്റ പദ്ധതിയേ ഉള്ളൂ. ആ പദ്ധതിക്കകത്ത് എൻ്റെ ജനം വളരണം. എൻ്റെ ജനത്തിന് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്.
എൻ്റെ ജനത്തിന് ഇവിടെ നിന്നൊരു വിടുതൽ ഉണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവജനത്തെ സ്വതന്ത്രപ്പെടുത്താതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ചില ഫറവോന്യ മണ്ഡലങ്ങൾ, ദൈവജനത്തെ അടക്കി ഭരിക്കുന്ന ചില അന്ധകാര ശക്തികൾ, ദേശത്തിന്റെ ആധിപത്യ മണ്ഡലങ്ങൾ ഇന്ന് രാത്രിയിൽ എത്രയൊക്കെ പ്രബലപ്പെട്ട് എഴുന്നേറ്റാലും ആത്മാവിൽ ദൈവസഭയോട്, ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിന് ഒറ്റ പദ്ധതിയേ ഉള്ളൂ. ഇതിനകത്തു നിന്നൊരു വിടുതലാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ എന്നെ വളർത്താതിരിക്കാൻ ശ്രമിക്കുന്നതിനകത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആ പദ്ധതികൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. ഇതിനകത്തും ആരംഭിക്കുന്നുണ്ട്, കേരളത്തിനകത്തുണ്ട്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവകരങ്ങൾ ഇന്ന് രാത്രിയിൽ എത്ര പേരുണ്ട്? ആ കരങ്ങളെ തുറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അവിടെ കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ദൈവജനത്തിൻ്റെ ജീവിതത്തെ കൈപ്പാക്കി കളയുകയാ, ദൈവജനത്തിൻ്റെ ജീവിതത്തെ അവശപ്പെടുത്തി കളയുക, അവരെ പീഡിപ്പിച്ച് കളയുകയാ എന്ന് പറഞ്ഞാൽ കൈപ്പാക്കി കളയും തോറും ഇവരെന്ത് ചെയ്യരുത്? വളരരുതെന്ന. ഞാനിങ്ങനെ ചിന്തിച്ചു, സാത്താൻ പല പദ്ധതികളും ഇങ്ങനെ ഓരോന്നോരോന്നായി പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാ. ഓരോ പദ്ധതികൾ മെടയുമ്പോഴും ഇങ്ങനെ തിരുവചനം ഇങ്ങനെയാ പറയുന്നത്, വയറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കൊല്ലാൻ പദ്ധതിയിട്ടു. പക്ഷെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാ, അവർ ചെല്ലുന്നതിന് മുമ്പേ അവർ എന്ത് ചെയ്തു? പുറത്തു വന്നു. പക്ഷെ അവിടം കൊണ്ടൊന്നും പദ്ധതി അവസാനിച്ചില്ല കേട്ടോ. അവിടം കൊണ്ടൊന്നും സാത്താൻ്റെ പദ്ധതി അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല. വീണ്ടും പുറത്തു വന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ ശത്രു പദ്ധതി ഇടുകയാ. പുറത്തു വന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ ശത്രു പദ്ധതി ഇടുമ്പോൾ ഇന്ന് രാത്രിയിൽ തിരുവചനം ഇങ്ങനെയാ പറയുന്നത്, എല്ലാ കൂടാരങ്ങൾക്കകത്തും സകല കൂടാരങ്ങൾക്കകത്തും കയറി. മിസ്രൈമ്യ സൈന്യം സകല കൂടാരങ്ങൾക്കകത്തും കയറി. ഇസ്രായേലിന്റെ കൂടാരങ്ങൾക്കകത്ത് കയറി സകല കുഞ്ഞുങ്ങളെയും നൈൽ നദിക്കകത്തെറിഞ്ഞ് എന്ത് ചെയ്യണം? കൊന്നു കളയണം. ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെയാ, നൈൽ നദി അവർക്കൊരു ദേവനായിരുന്നു. നൈൽ നദി ദേവനെ പ്രസാദിപ്പിക്കും വിധം നൈൽ നദിക്കകത്തെറിഞ്ഞ് കൊന്നുകളയണമെന്ന്. ഇന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, സകല കൂടാരങ്ങൾക്കകത്തും, ഇസ്രായേലിന്റെ സകല കൂടാരങ്ങൾക്കകത്തും മുറവിളിയുടെ ശബ്ദം കേൾക്കുകയാ. അപ്പനും അമ്മയും വാവിട്ട് കരയുകയാ. ഒരു ദാക്ഷിണ്യവും കൂടാതെ മിസ്രൈമ്യ സൈന്യം അകത്തു കയറി തലമുറകളെ പിടിച്ചുകൊണ്ട് പോകുകയാ. അപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചത് ഇങ്ങനെയാ, ഇസ്രായേലിൽ ആ പാളയത്തിനകത്ത് അത്രയും കൂടാരങ്ങൾ നിൽക്കുമ്പോൾ ഒരു കൂടാരം മാത്രം അവിടെ അടഞ്ഞു കിടക്കുകയാ. ഞാൻ ചിന്തിച്ചു, വാക്തക്തമുള്ളവന്റെ കൂടാരം അടഞ്ഞു കിടക്കുമ്പോൾ ആ സൈന്യം ഒന്ന് തകർത്തു നോക്കിയാൽ അതിനകത്ത് കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റില്ലേ? അതിനകത്ത് കിടക്കുന്ന വാക്തത്വത്തെ കാണാൻ പറ്റില്ലേ? ഒന്ന് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റില്ലേ? പിന്നെ എന്തുകൊണ്ട് അവരാ കൂടാരം കണ്ടില്ല? എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഒരു ആത്മീക ദൂത് ഇങ്ങനെയാ, ഈ മിസ്രൈമ്യ സൈന്യം കൂടാരം കാണാഞ്ഞതല്ല, യഹോവയാ കൂടാരത്തെ മറച്ചതാ. ദൈവത്തിന്റെ കരമാ കൂടാരത്തെ മറച്ചതാ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ തലമുറകളെ, നമ്മുടെ കൂടാരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ദൈവസഭകളെ സാത്താന്യ ശക്തികൾ ഒന്നും കാണാഞ്ഞതല്ല. ഇത്രയൊക്കെയും ശക്തികൾ പ്രബലപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെ തലമുറകളെ സാത്താന്യ ശക്തികൾ കാണാഞ്ഞതല്ല. അതിനപ്പുറത്ത് നമ്മളെ മറച്ച ഒരു ദൈവ കരമുണ്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്നെ മറച്ച ഒരു ദൈവത്തിന്റെ കരം. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ കൂടാരത്തെ മറച്ചത്? മിസ്രൈമ്യന്റെ കണ്ണിന് കാണാഞ്ഞതാണോ? അവരൊരിക്കലും കാണാഞ്ഞതല്ല, മറിച്ച് യഹോവയുടെ കരം മറച്ചതാ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ ഏലിയാവിനെ ദൈവം പറഞ്ഞു കെരീത്തിലേക്ക് എന്ത് ചെയ്യുക? പോകാൻ പറഞ്ഞു. കെരീത്തിലേക്ക് പോയി ഒളിക്കാൻ പറഞ്ഞു ഏലിയാവിനോട്. കെരീത്തിലേക്ക് പോയി ഏലിയാവിനോട് ഒളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കൂട്ടി ഒന്ന് ചിന്തിച്ചു. ആഹാബിനെ കുറിച്ച് പറയുമ്പോൾ ഒബദ്യാവ് ഇങ്ങനെ പറയുന്നത്, നിന്നെ അന്വേഷിക്കാത്ത രാജ്യവുമില്ല, നാടുമില്ല, ദേശവുമില്ല എന്ന് പറഞ്ഞ സകല സ്ഥലവും അന്വേഷിച്ചു, എന്നിട്ടും നിന്നെ കിട്ടിയിട്ടില്ല. ഒരു ദേശത്തെ രാജാവിന് സകല സൈന്യത്തെയും അന്വേഷിച്ചാൽ കെരുത്തിൽ കിടക്കുന്ന ഏലിയാവിനെ പുഷ്പം പോലെ കണ്ടുപിടിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയട്ടെ, എൻ്റെ ആത്മീക ചിന്തയിൽ നിന്നുകൊണ്ട് പറയാം, ഏലിയാവിനെ മറച്ചത് കെരീത്തല്ല, ഏലിയാവിനെ മറച്ചത് സ്വർഗത്തിലെ കരമാ. ഏലിയാവിനെ സ്വർഗത്തിലെ കരം മറച്ചെങ്കിൽ
ഈ കൂടാരത്തെ സ്വർഗത്തിലെ കരം മറച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മെ മറയ്ക്കുന്ന ഒരു കരമുണ്ട്. സങ്കീർത്തനക്കാരന്റെ ഭാഷ കടമെടുത്ത് പറയാം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നമ്മളെ മറച്ചത് ഒരു അത്യുന്നതന്റെ കരമാണ്. അമ്മ നമ്മളെ മറച്ചത് അത്യുന്നതന്റെ കരമാ. കാണാഞ്ഞത് കൊണ്ടല്ല, കണ്ടിരുന്നെങ്കിൽ അമ്മ പണ്ടേ പോയേനെ. അമ്മ കണ്ടിരുന്നെങ്കിൽ പണ്ടേ ശുശ്രൂഷ അവസാനിച്ചേനെ, കണ്ടിരുന്നെങ്കിൽ പണ്ടേ തീർന്നേനെ. പക്ഷേ ആ കണ്ണിന് കാണാതെ മറച്ചത് അത് ദൈവകരമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ മാതാപിതാക്കളെയും, ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവജനത്തെയും മറയ്ക്കുവാൻ ഒരു കരമുണ്ടെന്നുള്ളത്. ആമേ, നമ്മുടെ പ്രൊഫഷണൽ അല്ല നമ്മളെ മറച്ചത്, നമ്മളുടെ വിദ്യാസമ്പത്തല്ല നമ്മളെ മറച്ചത്, നമ്മളുടെ സമ്പാദ്യമല്ല നമ്മളെ മറച്ചത്, നമ്മുടെ ആരോഗ്യമല്ല നമ്മളെ മറച്ചത്. നമ്മെ മറച്ചത് സ്വർഗത്തിലെ കരമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവജനങ്ങളുണ്ട്? അതാണ് നമ്മെ മറയ്ക്കുന്ന ഒരു ദൈവകരം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നെ മറയ്ക്കുന്ന ഒരു ദൈവകരമുണ്ടെന്നുള്ളത്? എന്നാലും അവിടം കൊണ്ട് തീർന്നില്ല. പദ്ധതികൾ മെനയുന്ന പിശാച് ഇവനെ വളർത്താതിരിക്കാൻ ശ്രമിക്കുമ്പോൾ 3 മാസമായി 3 മാസത്തിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല? 3 മാസത്തിൽ ഒളിപ്പിക്കാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒളിപ്പിക്കാൻ പറ്റാതെ ഈ നൈൽ നദിയുടെ തീരത്ത് പോയി ഞാങ്ങണ പറിച്ച് ഒരു പെട്ടകം പണിയുമ്പോൾ അപ്പൻ്റെ ഹൃദയത്തിൽ, അപ്പൻ്റെ ഭാഗത്ത് നിന്ന്, അപ്പൻ്റെ അമ്മയുടെയും ഭാഗത്ത് നിന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് ചിന്തിച്ചേ. ആ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചേ. ഒരപ്പൻ്റെ ഹൃദയം എത്രത്തോളവാ? ഒരു പക്ഷെ 2 പേരും ചേർന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഞങ്ങൾ നീണ്ട നാളുകൾക്ക് ശേഷം പ്രാപിച്ച വാഗ്ദത്തമാ ഞങ്ങളെ വിട്ട് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന്. ഇന്ന് രാത്രിയിൽ ദൈവസഭയുടെ ആത്മാവിൽ ഒരു ദൂത് ഞാൻ കയറി പറയട്ടെ. പ്രാർത്ഥിച്ച് പ്രാപിച്ചതൊന്നും നഷ്ടപ്പെട്ടു പോവാൻ നമ്മുടെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് ഇന്ന് രാത്രിയിൽ ഞാനൊന്ന് കയറി പറയട്ടെ. എത്ര പ്രാവശ്യം നിങ്ങൾ ചിന്തിച്ചതാ, കർത്താവേ നീ എനിക്കിത് തന്നതല്ലേ? എത്ര നാളുകളുടെ പ്രാർത്ഥനയാ, എത്ര നാളുകളുടെ കണ്ണുനീരാ, എത്ര നാളുകളുടെ മുഴങ്കാലമടക്കിയുള്ള കണ്ണുനീരാ. പക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വാഗ്ദത്തമുള്ള ദൈവജനമേ, വാഗ്ദത്തമുള്ള ദൈവജനമേ, ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെടാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പ്രാർത്ഥിച്ച് ലഭിച്ചതൊന്നും നഷ്ടപ്പെടാൻ സമ്മതിക്കത്തില്ല. 2 പേരും ചിന്തിച്ച്, കർത്താവേ ഇത് ഇവിടം വിട്ട് പോയല്ലോ, ഞങ്ങളുടെ കൂടാരം വിട്ട് പോയല്ലോ എന്ന് 2 പേരും ചിന്തിച്ചു. ഇനി ഇതിനകത്തൊരു രക്ഷയില്ല, ഇതിനകത്ത് എന്തില്ല? ഇനി ഇതിനെ നമ്മൾ മാറ്റി നിർത്തിയേ കഴിയൂ. ഈ വാഗ്ദത്തത്തെ നമ്മൾ മാറ്റി നിർത്തിയേ കഴിയൂ. അപ്പൻ്റെ അമ്മയുടെ ഹൃദയമോർന്നോർത്തേ, എന്തോരം വേദന കാണും, എന്തു വേദന കാണും. ഇത്രയും നാളും പൊത്തി വളർത്തിയതാ, പക്ഷെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന്. ഇന്ന് രാത്രിയിൽ മനസ്സോടെ നൈൽ നദിക്കകത്ത് ആ പെട്ടകം കൊണ്ട് വെക്കുമ്പോൾ അപ്പൻ്റെ മനസ്സും അമ്മയുടെ മനസ്സും ഒന്നോർത്തേ, നഷ്ടപ്പെട്ടു പോയല്ലോ ദൈവമേ. ഇന്ന് രാത്രിയിൽ ഒന്ന് പിടിച്ചു നിർത്തിക്കോണം. പ്രാർത്ഥിച്ച് പ്രാപിച്ചതിനെ നഷ്ടപ്പെടാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ദൈവജനം ഒന്ന് പിടിച്ചു വെച്ചോണം. ഇന്ന് രാത്രിയിൽ ഒരു ദൂതിലേക്ക് കടന്നു പോകുകയാ. പെട്ടകം നൈൽ നദിക്കകത്ത് കൊണ്ടുവെക്കുമ്പോൾ ഒരു ആത്മീക ദൂത് മാത്രം പറഞ്ഞു പോകാം. ഈ നൈൽ നദിക്കകത്ത് കിടക്കുമ്പോഴും ഒന്നോർത്ത് നോക്കിക്കേ, ജീവനില്ലാതെയല്ല നീ നൈൽ നദിയുടെ മുകളിൽ കിടക്കുന്നത്, ജീവനോടെയാ നൈൽ നദിയുടെ മുകളിൽ കിടക്കുന്നത്. വാഗ്ദത്തമില്ലായിരുന്നെങ്കിൽ ഈ 3 മാസങ്ങൾക്ക് മുമ്പ് നിന്റെ സമപ്രായക്കാരായവർ ഈ നൈൽ നദി വിഴുങ്ങിക്കളഞ്ഞപ്പോൾ ഇന്ന് രാത്രിയിൽ വാഗ്ദത്തമുള്ളവൻ ആ നൈൽ നദിയെ ചവിട്ടിക്കിടക്കാൻ ദൈവം അനുവദിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നാളുകളായി വെല്ലുവിളിക്കുന്ന നൈൽ നദികളെ, നാളുകളായി തിന്നുകളയുമെന്ന്, മുടിച്ചു കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില മേഖലകളെ, ചില മണ്ഡലങ്ങളെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ശക്തമായി ദൈവസഭയോട്, ശുശ്രൂഷകന്മാരോട് ഇന്ന് രാത്രിയിൽ ഇടപെടുന്ന രാത്രിയാണ്. വെല്ലുവിളിക്കുന്നതിന് മുകളിൽ ചവിട്ടി നിൽക്കാൻ ഒരധികാരം ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം കൈമാറുകയാ. ജീവനില്ലാതെയല്ല, ജീവനോടെ ചവിട്ടി നിർത്താൻ. ദൈവസഭ ശക്തിയായി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവസഭയെ തിന്നുകളയുമെന്ന് വെല്ലുവിളിക്കുന്ന, ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയെ തിന്നുകളയുമെന്ന് വെല്ലുവിളിക്കുന്ന, കുടുംബങ്ങളെ തിന്നുകളയുമെന്ന് വെല്ലുവിളിക്കുന്ന സകല നൈൽ നദികളെയും ഇന്ന് രാത്രിയിൽ ചവിട്ടി നിൽക്കാൻ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം ഒരു അധികാരം
ഉഠബല ഘടക ശബ്ദര അർത്ഥരാദികൾ പ്രൗഢബാല ഘടകസ്യ. എത്ര പേര് ഇന്ന് രാത്രിയിൽ വീണ്ടെടുക്കുന്നുണ്ട് ദൈവത്തിന്റെ അദൃശ്യകരം? ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ അനുഭവപ്പെടുകയാ, ഒരു ആത്മീക ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ അവൻ പിശാച് കടന്നു കയറി അവൻ നടത്തരുതെന്നും അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചതിനകത്ത് ഞാൻ ജീവനോടെ നിന്ന് അവന്റെ പ്രവൃത്തികളെ ഇന്ന് രാത്രിയിൽ വർണ്ണിക്കുമെന്ന്. ശക്തിയോടെ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വന്നവർ ആരും വെറും കൈയോടെ മടങ്ങിപ്പോകരുത്. ഇതിനകത്ത് വന്നത് അവൻ നിരാശയോടെയാണെങ്കിൽ, ഇതിനകത്ത് കടന്നു വന്നത് വ്യാകുലതയോടെയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ മടങ്ങിപ്പോകുമ്പോൾ, ഈ ആലയം വിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഒരു അസാധാരണ ദൈവകരം ഉഠവരഘടക ശബ്ദര ഉഠബാലഘടക ശബ്ദര ഉഠബാല തലമുറകളെ നോട്ടം വെച്ച് വിഴുങ്ങിക്കളയുമെന്ന് വാദിക്കുന്ന നൈൽ നദിയുടെ മേൽ ഇന്ന് രാത്രിയിൽ ഒരധികാരം ഇന്ന് രാത്രിയിൽ ഏറ്റെടുക്കണം. ഇന്ന് രാത്രിയിൽ ഒരു അധികാരം ഏറ്റെടുക്കണം. തലമുറകളെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരാതിരിക്കാൻ, തലമുറകളെ ദൈവാലയത്തിനകത്ത് കൊണ്ടുവരാതിരിക്കാൻ മാറ്റിക്കളയുന്ന ദേശത്തിന്റെ ആധിപത്യ മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ, ദേശശക്തികളുടെ മേൽ, നൈൽ നദികളുടെ അധികാരങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ ഒരു അധികാരങ്ങളുടെ മേൽ അതിലും വ്യാപരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ അധികാരം ഇന്ന് രാത്രിയിൽ ഒന്ന് കയ്യിലെടുക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവൻ എല്ലാവരോടൊന്നും ഞാൻ ദൂത് പറയുന്നില്ല, എങ്കിലും ചിലരോട് വ്യക്തിപരമായി ആത്മാവിലൊരു ദൂത് കൈമാറുകയാ. ചിലത് നഷ്ടപ്പെട്ടു പോയതിനെ 2026 അവസാനിക്കുന്നതിന് മുമ്പ് മടക്കിത്തരാൻ ദൈവത്തിന് കഴിയുമെന്ന്. അവൻ നൈൽ നദി കൊണ്ടുപോയതിനെ, നൈൽ നദി വെല്ലുവിളിച്ചതിനെ ഇന്ന് രാത്രിയിൽ മടക്കിത്തരാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഭാവിയെ നോക്കി നൈൽ നദി പറഞ്ഞതല്ലേ, നിന്നെ ഇത് ഞാൻ കടത്തിവിടത്തില്ലെന്ന്. എന്നാൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കട്ടെ. ഒരധികാരം ദൈവസഭയ്ക്ക് കൈമാറട്ടെ. ആമേൻ, ഹല്ലേലൂയ. അവൻ ഞാനിങ്ങനെ ചിന്തിച്ചു, അവൻ ആ നൈൽ നദിയുടെ മുകളിൽ കിടക്കുന്ന പെട്ടകത്തെ ഫറവോന്റെ പുത്രി എന്ത് ചെയ്തു? കണ്ടു. അതിനകത്തൊന്നും നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, ആത്മിക ദൂത് മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകാം. ഫറവോന്റെ പുത്രി കണ്ടപ്പോൾ അവൻ പുത്രി ആ പെട്ടകത്തെ എടുത്തപ്പോൾ എബ്രായ ബാലന്മാരിൽ ഒരുവനാ. പക്ഷെ ഇന്ന് രാത്രിയിൽ അവൻ ആ നൈൽ നദിയുടെ അവൻ മേളിൽ വെച്ച പെട്ടകത്തെ വീക്ഷിക്കാൻ അവൻ തൻ്റെ സഹോദരി ഉണ്ടായിരുന്നു. സഹോദരി അടുത്ത് എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെ വളർത്താൻ ഞാനൊരു മാതാവിനെ കൊണ്ടുവരാം. എന്നെ അതിശയിപ്പിച്ച സംഭാഷണം അതൊന്നുമല്ല. അവൻ ഇപ്പോൾ നൈൽ നദിക്കകത്ത് കിടന്ന പെട്ടകം ആരുടെ കയ്യിലായിരിക്കുന്നത്? അത് ഫറവോന്റെ പുത്രിയുടെ കയ്യിലായിരിക്കുന്നത്. അവൻ ഈ ദൈവജനത്തെ, വാക്തത്വത്തെ തകർത്ത് കളയണമെന്നാരാ പദ്ധതിയിട്ടത്? അത് ഫറവോന്യ മണ്ഡലങ്ങളാ പദ്ധതിയിട്ടത്. അവൻ ആ പദ്ധതിയിട്ടത് ആ അധികാരത്തിന്റെ കയ്യിൽ ദൈവത്തിന്റെ വാക്തത്വം ഇരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനെ വളർത്താൻ ഒരു സ്ത്രീയെ കൊണ്ടുവരണമെന്ന്. ഞാൻ ചിന്തിച്ചത് അതല്ല, നാളുകൾക്ക് മുമ്പ് വളർത്തരുതെന്ന് പറഞ്ഞതല്ലേ, നാളുകൾക്ക് മുമ്പ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഇന്ന് രാത്രിയിൽ കാലങ്ങൾ കടന്നുപോയപ്പോൾ വളർത്തരുതെന്ന് പറഞ്ഞവരുടെ വായ്ക്കകത്തു നിന്ന് ഇതിനെ വളർത്താൻ എന്ന് ദൈവത്തിന് അവൻ പറയിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ശുശ്രൂഷ വളർത്തരുതെന്ന് പറഞ്ഞവരുടെ വായ്ക്കകത്തു നിന്ന്, അവൻ അധികാരം വളർത്തരുതെന്ന് പറഞ്ഞവരുടെ അകത്തു നിന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ വളർത്താൻ പറയുന്ന കാലം അതിവിദൂരമല്ല എന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ വളർച്ചയെ ഒരു മണ്ഡലങ്ങൾക്ക് തകർക്കാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അവൻ ചിന്തിച്ചു നോക്കിക്കേ, അവൻ ആ കുഞ്ഞിനെ വളർത്താൻ പറഞ്ഞു. അവൻ അപ്പൻ
കൊണ്ടുവിട്ട അപ്പൻ അവൻ മടങ്ങി ആ ഭവനത്തിനകത്തേക്ക് ചെന്നു. ഭവനത്തിനകത്ത് അപ്പനും അമ്മയും കണ്ണുനീരോടെ കരയുകയാ. കണ്ണുനീരോടെ കരയുമ്പോൾ ഒരു കാര്യം ഓർത്തേ, അവൻ അകത്ത് ഭവനത്തിൻ്റെ അകത്ത് കണ്ണുനീരിൻ്റെയും മുറവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പുറകിലൊരു ഗുഡ് ന്യൂസ് വരികയാ. അവൻ പുറത്തൊരു ഗുഡ് ന്യൂസ് വരികയാ. ഇന്ന് രാത്രിയിൽ എന്നെ ചിന്തിപ്പിച്ചത് അതല്ല, അവൻ തീർത്ത് കളയുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം വളർത്താൻ അനുവദിച്ചെങ്കിൽ, ഏത് മേഖലയാണെങ്കിലും അത് വളർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് തിരുവചനം ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവത്തിന് സകലതിനെയും വളർത്താൻ കഴിയും. ആമേൻ, ആമേൻ. ഹെരോദാവ് പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. യാക്കോബിനെ കൊന്നതുപോലെ കൊന്നുകളയാമെന്ന് പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ ദൂതൻ ഇറങ്ങി. അവൻ ഇന്ന് രാത്രിയിൽ ഈ ദൂത് കയറി വന്നതുകൊണ്ട് പറയാം, ദൂതൻ ഇറങ്ങി വിലാപ്പുറത്ത് തട്ടി. മരണം കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യൻ തിരുവചനം വായിക്കുന്നത് ഇങ്ങനെയാ, ഉറങ്ങുകയായിരുന്നു അല്ലേ? കാരണം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിനകത്ത് തടവിലാക്കിയപ്പോൾ തിരുവചനം വായിക്കുന്ന ആ മനുഷ്യൻ ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ആമേൻ. വാക്തത്വം തീരാതെ ഒരു മനുഷ്യൻ്റെയും ജീവന് നേരെ കൈവയ്ക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പത്രോസ്, നീ എന്താ ഉറങ്ങുന്നത്? ഞാൻ എൻ്റെ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് എന്നെ വിളിച്ചിറക്കി എൻ്റെ നാഥൻ പറഞ്ഞിട്ടുണ്ട്, വൃദ്ധനായ ശേഷം നീ അരകെട്ടി ഇന്ന വിധം മരിക്കുമെന്ന്. പിന്നെ ഞാൻ എന്തിനാ ഹേരോദാവിൻ്റെ വാളിനെ പേടിക്കുന്നത്? അവൻ യാക്കോബിനെ കൊന്നുകളഞ്ഞെങ്കിലും അവൻ ഹേരോദാവിൻ്റെ വാളിനെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൈവസഭയോട് ദൂത് പറയട്ടെ, തീർത്തു കളയുമെന്ന് വെല്ലുവിളിക്കുന്നതിനെ നിങ്ങളെന്തിനാ പേടിക്കുന്നത്? അവൻ വാക്തത്വം തലയ്ക്ക് മീതെ കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ കൊന്നു കളയാനും അവൻ നിന്റെ തലമുടി നാരിലെ ഒരു നാര് പോലും പറിക്കാനും ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലെന്നേ. ആമേൻ. അപ്പോഴാ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. സഭയ്ക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. രോദ എന്നൊരു സ്ത്രീ കഥക്ക് തുറന്നപ്പോൾ പ്രാർത്ഥിച്ച മറുപടി പുറത്ത് നിൽക്കുകയാണ്. അവൻ ഇന്ന് രാത്രിയിൽ കൂടാരമടച്ച് തീർന്നല്ലോ, അവസാനിച്ചല്ലോ എന്ന് അപ്പനും അമ്മയും കരയുമ്പോൾ ഒരു ഗുഡ് ന്യൂസ് വാതിലിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൈവസഭയോട് വിളിച്ചു പറയട്ടെ, ആമൻ കൂടാരമടച്ച് അവസാനിച്ചെന്ന് ചിന്തിച്ചതിൻ്റെ മേഖലകളിൽ ആമൻ വാതിൽ തുറന്നു നോക്ക്. നിങ്ങളുടെ വാതിലിൻ്റെ മുമ്പിൽ വാക്തത്വം വന്നു നിൽപ്പുണ്ട്. നിങ്ങളുടെ വാതിലിന് മുമ്പിൽ ദൈവം അവസാനിച്ചെന്ന് പറഞ്ഞ് പിശാച് പറഞ്ഞ് തീർത്തു കളഞ്ഞെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ, ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെട്ടു പോയ ചില വിഷയങ്ങൾ, നിങ്ങളുടെ വാക്തത്വങ്ങൾ ഇന്ന് രാത്രിയിൽ വാതിൽ തുറക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ വാതിലിന് മുൻപിൽ നിൽപ്പുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ വാതിൽ തുറക്കുന്നേ. അവൻ ഈ രോദ എന്ന സ്ത്രീ വന്ന് വാതിൽ തുറന്നപ്പോൾ അകത്ത് പ്രാർത്ഥിച്ച വിഷയം വാതിലിൻ്റെ പുറത്ത് നിൽക്കുകയാ. അവൻ അകത്തു കിടന്ന് ആരെങ്കിലും ഇന്ന് രാത്രിയിൽ കൂടാരമടച്ച് എങ്ങനെ സംഭവിക്കും, നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് ചിന്തിക്കുമ്പോൾ ആ കൂടാരം ഒന്ന് തുറന്നേ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞൊരു ആത്മീക ദൂത് പിടിച്ചു വെച്ചു. അവൻ പ്രാർത്ഥിച്ച് പ്രാപിച്ചതൊന്നും നഷ്ടപ്പെട്ടു പോവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പ്രാർത്ഥിച്ചു ലഭിച്ചതൊന്നും ഇന്ന് രാത്രിയിൽ നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ നേടിയത്, ഞാൻ മുഴങ്കാലം അടക്കി ഇന്ന് രാത്രിയിൽ ഞാൻ നേടിയതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ കർത്താവേ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. 40 വർഷം ഇസ്രായേലിൽ തിരുവചനം എങ്ങനെയാ പറയുന്നത്? സകലവിധ അഭ്യാസങ്ങളും പഠിച്ച് മിസ്രൈമിൽ വളർന്നു. ഒരിക്കലും ഒരു എബ്രായനും ഒരു മിസ്രൈമിനും തമ്മിൽ അടിയുണ്ടായി. മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണ്ണിനകത്തിട്ടു. മിസ്രൈമിനെ അടിച്ചു കൊന്ത് ചെയ്തു? മണ്ണിനകത്ത് താഴ്ത്തി കളഞ്ഞു. തിരുവചനം ഇങ്ങനെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ലെന്ന് കണ്ടിട്ടാണ് മണ്ണിനകത്താക്കിയത്.
പിറ്റേ ദിവസം ഒരു എബ്രായനും തമ്മിൽ അടിയുണ്ടായി. ആ അടിയിൽ ഒന്ന് രമ്യപ്പെടുത്താൻ പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ ഒരുത്തനെ അടിച്ചു കൊന്ന് മണ്ണിനകത്താക്കിയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കരുത്, ഞങ്ങൾ അറിഞ്ഞ കേസാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെങ്ങനെയാ പുറത്ത് വന്നത്? അപ്പോൾ ഈ ദൈവഭക്തനെതിരെ എന്തായി? ഫറവോൻ ജീവന് നേരെ ഭീഷണി മുഴക്കി. അപ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നത്, ജീവന് ഭീഷണിയായതുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ നിന്നോടി, മോശ അവിടെ നിന്നോടി. ഇന്ന് രാത്രി ഞാനൊരു ആത്മീക ദൂത് പറയാം. ഇതൊക്കെ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അവനെന്ന് പറഞ്ഞാൽ, അവൻ ഇത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ നീ മിസ്രൈമിൽ തന്നെ കൂടിയേനെ. അവൻ നിൻ്റെ വിളി മിസ്രൈമിൽ കൂടാനുള്ളതല്ല, മിസ്രൈമിൽ നിൽക്കാനുള്ളതല്ല. ഇന്ന് രാത്രിയിൽ, നാളുകളിൽ ഹോരേബിനപ്പുറത്തൊരു ദൈവശക്തിയുടെ മുമ്പിൽ നിൽക്കാനാ. അവൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആരെങ്കിലും ദൈവസഭയ്ക്കകത്ത് ഇപ്പോഴും മിസ്രൈമിനകത്ത് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ദൈവസഭയ്ക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് ഏതെങ്കിലും തലമുറകൾ ഇപ്പോഴും മിസ്രൈമിനകത്തുണ്ടെങ്കിൽ, ആത്മാവിൽ ഒരു ദൂത് വിളിച്ച് പറയട്ടെ, മിസ്രൈം വിട്ട് നിങ്ങൾ പുറത്തു വാ. മിസ്രൈം വിട്ട് പുറത്തു വരാനുള്ള സമയം ഇന്ന് രാത്രിയിൽ അതിക്രമിച്ചു കടന്നിരിക്കും. മിസ്രൈം വിട്ട് പുറത്തു വാ. 40 വർഷം മിദ്യാനിൽ നമ്മൾ വായിച്ച തിരുവചനത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ദൂതുകൾ മാത്രം പറഞ്ഞു പോകുന്നത്. ഈ 40 വർഷം ആടുകളെ മേയിച്ച മനുഷ്യൻ, ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, മിസ്രൈം എന്ന് പറയുന്നത് 100-ൽ 96% മരുഭൂമിയാൽ നിറയപ്പെട്ട സ്ഥലമാണ്. ഈ മനുഷ്യൻ ആടുകളെ മേയിച്ച്, മായപ്പൻ്റെ ആടുകളൊക്കെ മേയിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ, ഈ 40 വർഷം ഈ മനുഷ്യൻ ഈ മുൾച്ചെടികൾ, അവിടെ മരുഭൂമിയാൽ നിറയപ്പെട്ട സ്ഥലമാണ്, നല്ല ചൂടുള്ള സ്ഥലമാണ്. നമ്മൾ ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഈ നല്ല ചൂടുള്ള സമയത്ത് ഈ അവിടെ ഒരു വിധமாக കാണുന്ന മുൾച്ചെടികളുണ്ട്. ഇത് നിന്നെന്ത് ചെയ്യും? കത്തുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ 40 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു കാര്യം കാണുകയാണ്. ഹോരേബിനപ്പുറത്ത് എന്ത് ചെയ്യുന്നു? ഒരു മുൾച്ചെടി എന്ത് ചെയ്യുന്നു? കത്തുന്നു. ഈ മനുഷ്യൻ അതിശയിപ്പിച്ചതല്ല, തിരുവചനം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. കത്തുന്നത് കണ്ടല്ല മുൾച്ചെടിയുടെ അടുത്തേക്ക് നീങ്ങിയത്. അത് കത്തുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അത് ചാമ്പലായി പോകുന്നില്ല. രാത്രിയിൽ ഇവിടെ നിന്നുകൊണ്ടൊരു ആത്മീക ദൂത് ഞാൻ വിളിച്ചു പറയാം. എല്ലാ കത്തലൊന്നും നമ്മളെ ചാമ്പലാക്കി കളയാനുള്ളതല്ല. എല്ലാ കത്തലൊന്നും നമ്മളെ ഇല്ലായ്മ ചെയ്ത് കളയാനുള്ളതല്ല. ചില കത്തലിനകത്ത് ദൈവത്തിൻ്റെ ശബ്ദമുണ്ട്. ചില കത്തലുകൾക്കകത്ത് ദൈവത്തിൻ്റെ വാക്തത്വമുണ്ട്. ചില കത്തലുകൾക്കകത്ത് ദൈവത്തിൻ്റെ അധികാരം കൈമാറാനുണ്ട്. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ കത്തലുകളൊന്നും, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ അനുഭവപ്പെടുന്ന എല്ലാ കത്തലുകളും എന്നെ ചാമ്പലാക്കി കളയാനുള്ളതല്ല. അതിനകത്തൊരു ദൈവ ശബ്ദം കേൾക്കാനുള്ളതാണ്, ദൈവശബ്ദം കൈമാറാനുള്ളതാ, ദൈവത്തിൻ്റെ വാക്തത്വം കൈമാറാനുള്ളതാ. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ കത്തലിൻ്റെ മുൻപിൽ ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ, ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മിസ്രൈമിൽ ചെന്ന് ഇസ്രായേലിന് എന്ത് ചെയ്യണം? വിടുവിക്കണം. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ഇസ്രായേലിനെ വിടുവിക്കുമ്പോൾ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തീക്കകത്തേക്ക് ചെന്നപ്പോൾ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, നിൻ്റെ ചെരുപ്പ് എന്ത് ചെയ്യണം? അഴിച്ചിടണം. ഈ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മോശ പറഞ്ഞൊരു കാര്യം, ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനുവാ, ഞാൻ എന്ത് പറയും ഈ ഫറവോൻ്റെ അടുക്കൽ ചെന്ന്? അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാനായ ദൈവം ഇന്നും എന്നും അത് ഞാൻ തന്നെയാണ്, വേറെ ദൈവമില്ലെന്നാണ് അവിടെ പറയുന്നത്. അമൃത രാത്രിയിൽ ആ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനുമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു,
തിരുവചനത്തിൽ ജന്മന കുരുടനാണെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ ജന്മന കുരുടനാണെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ജന്മന മുടന്തനാണെങ്കിൽ ഒരു മനുഷ്യൻ ജന്മന മുടന്തനാണെന്ന് എന്ത് ചെയ്യും? എഴുതിയിട്ടുണ്ട്. പക്ഷെ മോശ ജനിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ മോശ ജന്മന വിക്കനും തടിച്ച നാവുള്ളവനുമാണെന്ന്? എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് തടിച്ച നാവും വിക്കനുമായി മാറിയത്? ഇന്ന് രാത്രി ഞാൻ ഒരാത്മീക ദൂത് ഞാൻ പറയാം. ചില ബലഹീനത നമുക്ക് അനുഗ്രഹമാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ്റെ ജീവിതത്തിലെ ചില ബലഹീനതകൾ നമുക്ക് അനുഗ്രഹമാണ്. അവൻ ഈ മോശ ഒഴിവ് കഴിവുകൾ പറഞ്ഞു മാറുമ്പോഴും അവൻ മോശയുടെ ബലഹീനതകളെ കുറിച്ച് ഓർത്തേ. അപ്പം നമ്മൾ പറയും മോശ ആട് മേയിച്ച് നടന്നതുകൊണ്ട്, ആടിനോട് സംസാരിച്ചത് കൊണ്ട് അവൻ തടിച്ച നാവുള്ളവനും വിക്കനുമായി മാറിയെന്ന. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് അവൻ ഉറപ്പുള്ള കാര്യമല്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. അവൻ ഈ ദൈവസന്നിധിയിൽ നിന്ന് ഒഴിവ് കഴിവുകൾ പറയുമ്പോൾ അവൻ മോശയുടെ ജനനം മുതലുള്ള കാലം ഓർത്ത് നോക്കിക്കേ. അവൻ നമ്മളൊക്കെ കാണാറുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നേഴ്സ് എന്ത് ചെയ്യും? കുഞ്ഞിനെ എന്ത് ചെയ്യും? പതുക്കെ ഒന്ന് തട്ടും. എന്തിനാണെന്നറിയാമോ? അത് കരയാൻ. എന്തിനാ കരയുന്നത്? എന്തിനാ? അതിൻ്റെ വോക്കൽ ഫങ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? അതൊന്ന് വർക്കാകാൻ വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മോശ പറയുക, ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനുമാണെന്ന് പറയുമ്പോൾ തിരുവചനം ഓർത്ത് നോക്കിക്കേ. ജനനം മുതലൊന്ന് വിങ്ങിപ്പൊട്ടാൻ തുടങ്ങുമ്പോൾ അപ്പൻ വന്നൊന്ന് വാവൊത്തിപ്പിടിക്കും, കരയല്ലേ. അമ്മ വന്ന് വാവൊത്തിപ്പിടിക്കും, കരയല്ലേ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. അന്നൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഈ ദൈവശബ്ദത്തിന് മുമ്പിൽ നിൽക്കാൻ നീ ഒന്നും ഉണ്ടായിരുന്നു വരത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൈവസഭയോടൊരു ദൂത് വിളിച്ചു പറയട്ടെ. ചില ബലഹീനതകൾ നമ്മുടെ അനുഗ്രഹമാണെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാ ബലഹീനതകളുമല്ല, ചില ബലഹീനതകൾ. അതുകൊണ്ടാ പൗലോസിനോട് പറയുന്നത്, പൗലോസേ, എൻ്റെ കൃപ അത് നിനക്ക് മതി. പുതിയൊരു കൃപയല്ല, പുതിയൊരു ശക്തിയല്ല. ഇപ്പോൾ ഏത് ശക്തിയിലാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഏത് കൃപയിലാണ് നിൽക്കുന്നത്? അതേ കൃപ അത് നിനക്ക് മതി. എൻ്റെ കൃപ അത് നിനക്ക് മതി. അത് ബലഹീനതയിൽ തികഞ്ഞു വരും. ഇതിനകത്തിരുന്ന് ആരെങ്കിലും ദൈവസന്നിധിയിൽ ഒഴിവ് കഴിവ് പറയുന്നുണ്ടെങ്കിൽ അവരോട് വിളിച്ചു പറയട്ടെ, ചില ബലഹീനത നമുക്ക് അനുഗ്രഹമാ. ചില ബലഹീനത നമുക്ക് അനുഗ്രഹമാ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഇന്ന് രാത്രിയിൽ ഫറവോന്റെ അടുക്കൽ ചെന്ന് ഈ മോശ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു പദമാ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ എന്ത് ചെയ്യണം? വിട്ടുതരണം. വിട്ടുതരണം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു പദമാ. ആരെ ആരാധിക്കാനാ? പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടുതരണമെന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവിലൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ദൈവജനത്തെ വിട്ടുതരാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ചില ഫറവോന്യ മണ്ഡലങ്ങളെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറ. ആരാധിപ്പിക്കാൻ കഴിയാതെ, ഒന്ന് ഉറക്കെ ചലിക്കാൻ കഴിയാതെ ദൈവസഭയെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില ഫറവോന്യ മണ്ഡലങ്ങളെ, ചില ഫറവോന്യ ശക്തികളെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറ. എൻ്റെ ജനത്തെ വിട്ടയക്കുക. എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഇന്ന് രാത്രിയിൽ ചിന്തിച്ച് നമ്മൾ ചിലരൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, എനിക്കൊട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് മുൻപോട്ട് വരാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ചിന്തിച്ച് ദൈവജനത്തെ വിട്ടുതരാനെന്ന് പറയുമ്പോൾ പിടിച്ചു വെച്ചതിനെയാണ് നമ്മൾ വിടാൻ പറയുന്നത്, അല്ലേ? പിടിച്ചു വെച്ചതിനെയാണ് നമ്മൾ വിടാൻ പറയുന്നത്. ഇന്ന് രാത്രിയിൽ അങ്ങനെ എന്തെങ്കിലും മേഖലകൾ ദൈവസഭയ്ക്കകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും മണ്ഡലങ്ങൾ ദൈവജനത്തെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അധികാരത്തോടെ വിളിച്ചു പറ. എൻ്റെ ജനത്തെ ഒന്ന് വിട്ടുതാ, എൻ്റെ ജനത്തെ ഒന്ന് സ്വതന്ത്രമാക്ക്, എൻ്റെ ജനത്തെ ഒന്ന് വിടുവിക്ക്. അവർ ദൈവത്തെ സ്വസ്ഥതയോടെ ഒന്ന് ആരാധിക്കട്ടെ.
സ്വസ്ഥതയോടൊന്ന് ആരാധിക്കട്ടെ. സ്വസ്ഥതയോടൊന്ന് ആരാധിച്ചിട്ട് എത്ര നാളായി. സ്വസ്ഥതയോടെ മനസ്സമാധാനത്തോടെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചിട്ട് എത്ര നാളായി. ആമൻ. ഇതൊന്നും ആമൻ ആരാധിക്കാൻ കഴിയാതെ, സ്വസ്ഥതയോടെ നിൽക്കാൻ കഴിയാതെ, ആമൻ വരിഞ്ഞു മുറുകിയിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ നിന്ന് ആമൻ കാലതാമസമില്ലാതെ ദൈവസഭയെ അവൻ വിട്ടുതരുന്ന ഒരു ദിവസമാണ് ഇന്ന് രാത്രി എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ എൻ്റെ ജനത്തെ അവൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും അവൻ എൻ്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഉഠപരഘടക ശബ്ദരാധകൾ പ്രൗഢഭാരഘടകസ്യ അർത്ഥരാധകൾ പ്രൗഢഭാരഘടകസ്യ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആമൻ ദൈവജനത്തെ പിടിച്ചു വച്ചിരിക്കുകയാ, ദൈവജനത്തെ പിടിച്ചു വച്ചിരിക്കുകയാ. ഇന്ന് രാത്രിയിൽ തിരുവചനം ഇങ്ങനെ പറയുന്നത്, കനാന്യനായ യാബീന് വിറ്റുകളഞ്ഞു, 20 സംവത്സരം അവൻ അവരെ ഭരിച്ചു. 900 ഇരുമ്പ് രഥ ചക്രങ്ങൾ അവൻ 900 ഇരുമ്പ് രഥ ചക്രങ്ങൾ ദൈവജനത്തെ ഉഴുതുമറിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിൽ ദൂത് കയറി വന്നതുകൊണ്ട് പറയാം, അവൻ ഏതൊക്കെ മണ്ഡലങ്ങൾ ഉഴുതുമറിച്ചാലും, ഏതൊക്കെ ശക്തികൾ ഉഴുതുമറിച്ചാലും ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവസഭയ്ക്കകത്ത് ചില വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. അധിക നാളൊന്നും പിടിച്ചു വയ്ക്കാൻ കഴിയില്ല കേട്ടോ. അധിക നാളൊന്നും നിർത്താൻ കഴിയത്തില്ല കേട്ടോ. അധിക നാളൊന്നും അവൻ ഇന്ന് രാത്രിയിൽ വരിഞ്ഞു മുറുക്കാൻ കഴിയത്തില്ല. അവൻ വരിഞ്ഞു മുറുക്കിയ ഒരു കെട്ടുപൊട്ടുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ദൈവസഭയ്ക്കകത്ത് ഒരു സ്വാതന്ത്ര്യം. ദൈവാത്മാവ് ഇന്ന് രാത്രി കയറി പറയുകയാ, ഒരു സ്വാതന്ത്ര്യം, ഒരു സ്വാതന്ത്ര്യം. ഇത് പറയാൻ കയറിയതല്ല, എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ആരോടൊക്കെയോ ദൈവസഭയോട് ദൈവാത്മാവ് പ്രവചിക്കുകയാ. അവൻ സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്ന മണ്ഡലങ്ങൾക്കകത്ത് ഇന്ന് രാത്രിയിൽ ഒരു സ്വാതന്ത്ര്യം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ കത്തലിനകത്തൊന്ന് ചേർന്ന് നിൽക്ക്. ചില അധികാരം കൈമാറുകയാ. ആ കത്തലിനകത്തൊന്ന് ചേർന്ന് നിൽക്ക്. ഇന്ന് രാത്രിയിൽ ചില വിടുതലുകൾ സംഭവിക്കുകയാ. എത്ര പേര് ഇതിനകത്തിരിക്കുന്നവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്? ദൈവസഭയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ ചില സ്വാതന്ത്ര്യമില്ലാത്ത മേഖലകളെ ഇന്ന് രാത്രിയിൽ ദൈവം തകർക്കുകയാ. അവൻ വിട്ടുതരണം. അപ്പോ അവൻ ആദ്യം ഈ ഇവിടെ വെച്ചെന്ന് ചെയ്യാൻ പറഞ്ഞ അത്ഭുതം ഇതാ, നിന്റെ ആ വടി എന്ത് ചെയ്യണം? താഴെ ഇടണം. വടി താഴെ ഇട്ടപ്പോൾ പാമ്പായി മാറി. പാമ്പായി മാറിക്കഴിഞ്ഞപ്പോൾ ഇട്ടവൻ തന്നെ പേടിച്ചു പോയി. പക്ഷേ ദൈവം പറഞ്ഞ് അതിൻ്റെ വാലിൽ പിടിക്കാനാണ് പറഞ്ഞേ. അതിൻ്റെ വാലിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ മിസ്രൈമ്യ സൈന്യങ്ങളെയും മിസ്രൈമ്യ ദേശത്തെയും അടക്കിപ്പരിച്ചിരുന്ന ഒരു രഹബുണ്ടായിരുന്നു. ആ രഹബിനെ കയ്യിൽ ഒതുക്കിത്തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവം പറഞ്ഞതിനകത്ത് ഭയപ്പെടാതെ അവൻ ഇന്ന് രാത്രിയിൽ ചുവടുകൾ എടുത്തു വയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഭരിക്കുന്ന മണ്ഡലങ്ങളെ കയ്യിലൊതുക്കി തരാൻ ദൈവസഭയെ, ദൈവജനത്തെ ഭരിക്കുന്ന മണ്ഡലങ്ങളെ കയ്യിലൊതുക്കി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ അവൻ ഈ ശക്തിയോടെ ഇന്ന് രാത്രിയിൽ പുറപ്പെട്ടു പോ. അത്ഭുതങ്ങൾ മാത്രം പറഞ്ഞു പോകാം, ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ആമേൻ. രണ്ടാമത്, കൈ ഹൃദയത്തിനകത്തിട്ട് കുഷ്ഠം നിറഞ്ഞ കൈ, അതൊക്കെ മാറി. പിന്നെയോ ഇതൊന്നും വിശ്വസിച്ചില്ല. എന്ത് ചെയ്യണം? നീ നൈൽ നദിയെ എന്ത് ചെയ്യണം? അടിക്കണം. വെള്ളം കോരി അതിനകത്ത് തൊടണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനതിനെ രക്തമാക്കി തീർക്കുമെന്നാണ് പറഞ്ഞത്. രക്തമാക്കി തീർക്കും. മോശ നൈൽ നദിയെ അടിച്ചു. ഇവിടെയൊക്കെ തിരുവചനം വായിക്കുമ്പോൾ ഒരു പദം എടുത്തു പറയുന്നുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. പിശാച് കഠിനമാക്കി എന്നാണോ പറഞ്ഞത്?
യഹോവ കഠിനമാക്കി എന്ന് പറഞ്ഞ്. യഹോവ കഠിനമാക്കി. ശ്രദ്ധയോടെ ചിന്തിക്കണമേ. മോശയോട് പോകാൻ പറഞ്ഞത് ആരാ? ഈ ദൈവമാ. മോശയോട് പോകാൻ പറഞ്ഞത് ആരാ? ഈ ദൈവമാ. ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയതാരാ? ഈ ദൈവം തന്നെയാ. അതിനുള്ള ഉത്തരം അവസാനം ഞാൻ തരാം. അവൻ ചിന്തിച്ചു നോക്കണം. യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. എന്ത് ചെയ്തിട്ടും അവൻ എന്ത് പറ്റിയില്ല? ഫറവോൻ ദൈവജനത്തെ എന്ത് ചെയ്തില്ല? വിട്ടു തന്നില്ല. കർത്താവ് പറയാ, 10 ബാധകളെ എന്ത് ചെയ്തു? അയച്ചു. ഓരോ ബാധകളെക്കുറിച്ചും പറയണമെന്നുണ്ട്, സമയം നമ്മുടെ മുമ്പിലില്ല. അവസാനത്തെ ബാധയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: കോട്ടക്കൊത്തളം മുതൽ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്തു വരെ സംഹാരദൂതൻ കയറിയെന്ന. ആമേൻ. ജനം സംഹാരദൂതൻ കയറിയെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ ചിന്തിച്ചു നോക്കിക്കേ. ആമേൻ. ഈ പുറപ്പാടിൻ്റെ സമയമായപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്: ചോരത്തളി ആചരിച്ചു വേണം നിങ്ങളിവിടെ നിന്ന് പുറപ്പെടാൻ. ആമേൻ. എന്ത് ചെയ്യണം? ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടികളിന്മേലും പുരട്ടണം. കട്ടളക്കാലിന്മേലും കുറുമ്പടികളിന്മേലും രക്തം കാണുന്ന ഒരു ഭവനത്തിനകത്തും സംഹാരദൂതൻ കയറത്തില്ല. ഞാൻ ചിന്തിച്ചു, കട്ടള തേക്ക് കൊണ്ട് പണിതത് കൊണ്ടാണോ സംഹാരകൻ കയറാഞ്ഞത്? കൂടിയ ഇനം തടി കൊണ്ട് പണിതത് കൊണ്ടാണോ സംഹാരകൻ കയറാഞ്ഞത്? അല്ല, അതിനകത്ത് പുരട്ടിയ രക്തത്തിൻ്റെ ശക്തി കാരണം കയറിയില്ല. ഇന്ന് രാത്രിയിൽ ദൈവസഭയോട് ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയാം: സംഹാരകൻ ഇന്നും നമ്മുടെ കൂടാരത്തിനകത്ത് കയറാത്തതിൻ്റെ കാരണം 2025 വർഷങ്ങൾക്ക് മുമ്പേ ഒരറുക്കപ്പെട്ട കുഞ്ഞാട് കാൽവറിയുടെ കുലക്കളത്തിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ അവൻ്റെ രക്തം നമ്മളെ വിലക്ക് വാങ്ങിയെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആ രക്തമുള്ള ഒറ്റ കുടുംബത്തിനകത്ത്, ആ രക്തമുള്ള ഒറ്റ ഭവനത്തിനകത്ത് ഇന്ന് രാത്രിയിൽ സംഹാരകൻ കയറാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇത് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇനി ഞാനൊരു ആത്മീക വശം കൂടെ പറയാം. ഒരാത്മീക വശം. സകല കൂടാരത്തിനകത്തും കടിഞ്ഞൂലുകൾ എന്ത് ചെയ്തു? കോട്ടക്കൊത്തളം മുതൽ അങ്ങ് രാജാവിൻ്റെ കൊട്ടാരം വരെ സംഹാരദൂതൻ കയറി. സകല മിസ്രൈമ്യ കൂടാരങ്ങൾക്കകത്ത് മുറവിളി കേട്ടു. ഇതുപോലൊരു മുറവിളി കാലങ്ങൾക്ക് മുമ്പേ ഇസ്രായേലിൻ്റെ കൂടാരങ്ങൾക്കകത്തുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവിലൊരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ: ദൈവജനത്തിനെതിരെ കൈയോങ്ങുന്ന ഒരു ശക്തിയെയും ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം വെറുതെ വിടത്തില്ല. ആത്മാവിൽ ദൈവസഭയോട് വിളിച്ചു പറയട്ടെ, വ്യക്തിപരമായി ചിലരോട് വിളിച്ചു പറയട്ടെ: അവൻ പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോവ, അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇന്ന് രാത്രിയിൽ എഴുന്നേൽക്കുന്ന രാത്രിയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കാലങ്ങൾക്ക് മുമ്പേ അവൻ സകല കൂടാരങ്ങൾക്കകത്തും മിസ്രൈമ്യ സൈന്യം കയറിയതല്ലേ? കാലങ്ങൾക്ക് മുമ്പേ സകല കൂടാരങ്ങൾക്കകത്തും സൈന്യം കയറി സകലതിനെ കൊന്നൊടുക്കിയതല്ലേ? പക്ഷെ ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം ഒന്നും മറന്നിട്ടില്ല കേട്ടോ. ഒന്നും മറന്നിട്ടില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്നും മറന്നിട്ടില്ല. ആമ ചിന്തിച്ചു നോക്കിക്കേ. ഇത് വന്നപ്പോൾ ഫറവോൻ എന്ത് ചെയ്തു? അധിക ദൂരം ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പോകരുത്, നിങ്ങൾ ആരാധിച്ചോ എന്ന് പറഞ്ഞു, വിട്ടയച്ചു. അവനൊരു യാത്രയുടെ ഒരു പുറപ്പാടിൻ്റെ കാലം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് ഞാൻ വിളിച്ചു പറയാം. അവൻ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, അവൻ സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷക്കാലം പാർക്കുമെന്ന് പറയുമ്പോഴും അവൻ ഒന്നുമല്ലാത്ത അബ്രഹാം അവൻ ഒരു മനുഷ്യനായി നിൽക്കുമ്പോൾ, കാലങ്ങൾ കഴിഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൈവസഭയോട്, ദൈവജനത്തോട് വ്യക്തിപരമായി ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ: തലയ്ക്കു മീതെ വാഗ്ദത്തം
വാക്തത്വം നിൽപ്പുണ്ടെങ്കിൽ, വാക്തത്വം തലയ്ക്കുമീതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയാം, ആമൻ, ഒരു പുറപ്പാടിന്റെ കാലമുണ്ട്, ഒരു യാത്രയുടെ കാലമുണ്ട്. ദൈവസഭയ്ക്കൊരു പുറപ്പാടിന്റെ കാലമുണ്ട്. പീഡനങ്ങൾ പെരുകിയാലും, പ്രതികൂലങ്ങൾ പെരുകിയാലും, ആമൻ, ആരാധനയ്ക്ക് തടസ്സം വന്നാലും, ഇന്ന് രാത്രിയിൽ കാലതാമസമില്ലാതെ ഒരു പുറപ്പാടിന്റെ കാലം ദൈവസഭയ്ക്ക് ഇത് രാത്രിയിൽ താമസം വിന ഒരു പുറപ്പാടിന്റെ കാലം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. അത് അതിവിദൂരമല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമൻ, നമ്മളെയൊക്കെ മുറുക്കി പിടിച്ചിരിക്കുന്ന അവൻ ശക്തികൾക്കകത്ത് നിന്നൊക്കെ ഒരു വിടുതലുണ്ടെന്ന്. അത് താമസമില്ലാതെ ഉണ്ടാകും. അത് ദൈവസഭയ്ക്കകത്താണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും അവൻ അധിക കാലമൊന്നും ഇത് പോകത്തില്ല, കാലങ്ങളൊന്നും പോകത്തില്ല. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ തലയ്ക്കുമീതെ വാക്തത്വം കിടക്കുന്ന കാലം വരെയും എൻ്റെ ദൈവം, അവൻ ദൈവജനത്തിൻ്റെ അകത്ത് ഒരു സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന ഒരു സമയം അതിവിദൂരമല്ല എന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ദൈവജനത്തെ വിട്ടു. അപ്പോഴും പറഞ്ഞൊരു പദമുണ്ട്, യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ച തിരുവചനത്തിലേക്ക് കടന്നു വരികയാണ്. യഹോവയുടെ കരം. അമ്മ ശ്രദ്ധിച്ചു നോക്കിക്കേ, ചെങ്കടലിൻ്റെ മുൻപിൽ വന്നു നിന്നു. അതുവരെ യഹോവയുടെ ദൂതൻ അവർക്ക് മുൻപേ ഉണ്ടായിരുന്നു. ചെങ്കടലിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യഹോവയുടെ ദൂതൻ അവരുടെ പുറകിൽ വന്നു. എന്തിനെന്നറിയാമോ? പുറകിൽ ഫറവോന്യ സൈന്യമുണ്ട്. ഇനി ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഫറവോനെ ദൈവത്തിന് കൊല്ലാമെങ്കിൽ പണ്ടേ കൊല്ലാം. ഹെരോദാവിനെ ഒറ്റയടിക്കടിച്ച് ക്രിമിക്കിരയാക്കിയവനാ ദൈവം. അപ്പോൾ ഫറവോനെ കൊല്ലാൻ പറ്റത്തില്ലേ? ഇന്ന് രാത്രി ഞാനൊരു ആത്മീക ദൂത് വിളിച്ച് പറയാം, എൻ്റെ ദൈവത്തിന് ഫറവോനെ മാത്രമല്ല വേണ്ടത്, ദൈവജനത്തിനെതിരെ കൈയോങ്ങിയ സകല സൈന്യത്തെയും, ദൈവജനത്തിൻ്റെ കൂടാരത്തിനകത്തു കയറി അധികാരം പറഞ്ഞ സകല എണ്ണത്തിനെയും എൻ്റെ ദൈവത്തിന് ചെങ്കടലിൻ്റെ ചുവട്ടിൽ വേണം. അവൻ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൂത് വിളിച്ച് പറയാം, അവൻ നമ്മളുടെ മീതെ പോരടിക്കുന്ന സകല കുതന്ത്ര മന്ത്രങ്ങളെയും ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം അവൻ അതിനെതിരെ ഇന്ന് രാത്രിയിൽ എഴുന്നേൽക്കുന്ന രാത്രിയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എഴുന്നേൽക്കുന്ന രാത്രിയാ. ദൈവസഭയ്ക്കെതിരെ അവൻ കൈയോങ്ങുന്ന സകലത്തിനെയും ഇന്ന് രാത്രിയിൽ യഹോവയുടെ ദൂതൻ അത് പിടിക്കുന്നൊരു രാത്രിയായി മാറുകയാ. ഫറവോന്യ സൈന്യം അവരുടെ പുറകെ പോയി. നമ്മൾ അവസാന ദൂതം പറഞ്ഞേ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ പോകുകയാണ്. അവൻ ഫറവോന്യ സൈന്യം അവരുടെ പുറകെ പോയി. ചെങ്കടല് മുമ്പിൽ നിൽക്കുന്നു, പുറകിൽ ഫറവോനും സൈന്യം നിൽക്കുന്നു. അവൻ മോശയും ഇസ്രായേൽ ജനവും നടുവിൽ നിൽക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്ക് നിൽക്കുന്ന അവൻ ഇന്ന് രാത്രിയിൽ ഏകദേശം അവൻ നമ്മുടെയൊക്കെ അനുഭവം അതുപോലെയൊക്കെ ആയിപ്പോൾ അവൻ രണ്ടിൻ്റെയും നടുക്ക നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ഫറവോന് സൈന്യവും പിൻപിൽ വരുമ്പോൾ ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന് മിസ്രൈമ്യ സൈന്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ശവകുടീരങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഫറവോൻ്റെ അവൻ ഈ ചെങ്കടലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഞങ്ങളെ കൊന്നുകളയുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ്. അവൻ അവിടെ നിന്ന് അങ്ങ് പുറപ്പെട്ടു വന്നാലും ആമേൻ നമ്മൾ പിന്നെയും പഴയ മഹിമ അങ്ങ് പറയും. ആമേൻ അവിടെ കിടന്നതോ ആമൻ ഇതിനെക്കഴിഞ്ഞും കഷ്ടത്തിൽ അവിടെ കിടന്നേ. പക്ഷെ അതിനകത്ത് നിന്ന് പോന്നു കഴിഞ്ഞാലോ നമ്മൾ അതിൻ്റെ മഹിമ അങ്ങ് പറയും. ആമൻ മിസ്രൈമിൽ ശവകുടീരങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഒരു ദൈവഭക്തൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവൻ ദൈവഭക്തനോട് പറഞ്ഞൊരു കാര്യമുണ്ട്,
ചെങ്കടലിന് മീതെ എന്തു ചെയ്യണം? അവൻ വടി നീട്ടണം. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മീക ദൂതിന് പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രിയിൽ അവസാനിപ്പിക്കാൻ പോകുകയാ. അവൻ യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. പണ്ട് എന്ന തലമുറകളിൽ എന്ന പോലെ യഹോവയുടെ ഭുജമേ ഉണരുക. നീ രഹബിനെ വെട്ടി സമുദ്രത്തെ പിളർന്നത് നീയല്ലയോ? ഇന്ന് രാത്രിയിൽ ഫറവോനും സൈന്യവും പുറകെ വരുമ്പോൾ, ചെങ്കടലിന് മുമ്പിൽ നിൽക്കുമ്പോൾ, വഴി കാണാതെ വഴി തെളിയിക്കാതെ ചെങ്കടലിൽ നിൽക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തിൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? ഈ കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന ചെങ്കടലിനകത്ത് എവിടെയാണ് വഴിയുള്ളത്? ഇന്ന് രാത്രിയിൽ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നതിന് മുമ്പേ, അവൻ ഈ ദൈവജനം ഉരുവാകുന്നതിന് മുമ്പേ, ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവത്തിനറിയാം എൻ്റെ ജനം വരുന്ന വഴി അവൻ ഈ ചെങ്കടലിൻ്റെ അടുത്തുകൂടെയാ വരുന്നതെന്ന്. ഇന്ന് രാത്രിയിൽ ഒറ്റയടിക്ക് വഴി തെളിയിച്ചവനല്ല എൻ്റെ ദൈവം. കാലങ്ങൾക്ക് മുമ്പേ ദൈവജനത്തിനു വേണ്ടി ആഴിയുടെ ഓളങ്ങളിൽ വഴി കണ്ടവനാണ് എൻ്റെ ദൈവമെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്നലകളിൽ തുറന്ന വഴിയല്ല, ഇന്നലകളിൽ തുറന്ന വഴികളല്ല. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നമുക്ക് വേണ്ടി ദൈവം തുറന്ന വഴിയുണ്ടല്ലോ. അത് കാലങ്ങൾക്ക് മുമ്പേ, നമ്മുടെ ജനനത്തിന് മുമ്പേ, നമ്മൾ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി തുറന്ന ഒരു വഴിയാണ്. ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ വഴി കാണാതെ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനകത്തൊരു വഴി കണ്ടിട്ടുണ്ട്. അവൻ ഈ ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് മോശയോട് പറഞ്ഞൊരു കാര്യം, നീ വടി നീട്ട്. ചെങ്കടൽ എന്ത് ചെയ്തു? രണ്ടായിട്ട് വിഭജിച്ചു. ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിലൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു ദൂതുണ്ട്. രഹബെന്ന സർപ്പത്തെ വെട്ടി സമുദ്രത്തെ പിളർന്നത് നീയല്ലയോ? നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, മോശയുടെ വടിയാണ് സമുദ്രത്തെ പിളർന്നതെന്ന്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂത് വിളിച്ച് പറയാം. ദൈവജനത്തിനു വേണ്ടി വഴിവിടാതെ നിൽക്കുന്ന രഹബെന്ന ദുഷ്ട സർപ്പം ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ വ്യാപരിച്ചു നിൽക്കുമ്പോൾ, ആ ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ വ്യാപരിച്ച രഹബിനെ തകർത്ത് അവൻ ഒരു വഴി തുറന്നത് മോശയുടെ വടിയല്ല, മോശയുടെ പ്രാധാന്യതയല്ല. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി ദൈവജനം ആരാധിച്ചാട്ടെ. അവൻ ചില വഴി അടഞ്ഞ വഴികളെ തുറക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭുജം ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വെളിപ്പെടുകയാ, ഇതിനകത്ത് വെളിപ്പെടുകയാ. അവൻ ഇന്ന് രാത്രിയിൽ അവൻ ചെങ്കടലിൻ്റെ അടിത്തട്ടിനകത്ത് വ്യാപരിച്ച രഹബെന്ന ദുഷ്ട സർപ്പത്തെ വെട്ടിയ യഹോവയുടെ ഭുജം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ദൈവസ്ഥലത്തിൽ അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ചുവെന്ന് ഇന്ന് രാത്രിയിൽ എന്നോട് വ്യക്തമായി സംസാരിച്ചു. എൻ്റെ തലമുറകളോട് വ്യക്തമായി സംസാരിച്ചു. എൻ്റെ കുടുംബത്തോട്, എൻ്റെ ദൈവസഭയോട്, എൻ്റെ ശുശ്രൂഷയോട് വ്യക്തമായി സംസാരിച്ചുവെന്ന് ഉത്തമ ബോധ്യമുള്ളവർ അല്പസമയം അതരങ്ങളെ തുറന്നു ദൈവത്തെ സ്തുതിച്ച്, നമുക്ക് വേണ്ടി ആഴിയുടെ ഓളങ്ങളിൽ വഴി തുറക്കുന്നത് അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ്. ചെങ്കടലിനകത്ത് വ്യാപരിച്ച രഹബെന്ന ദുഷ്ട സർപ്പത്തെ വെട്ടി അവൻ യഹോവയുടെ ഭുജം നമുക്ക് വേണ്ടി തുറന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വെല്ലുവിളിച്ച സകല സൈന്യത്തെയും അവൻ ദൈവജനത്തിന് വേണ്ടി തുറന്ന അതേ വഴിക്കകത്ത് വെച്ച് അതിനെ തകർത്തു കളയാൻ, സൈന്യത്തെ തകർത്തു കളയാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ആത്മാവിൽ ശക്തിയോടെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ശക്തിയോടെ ആരാധിച്ച് നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരദൃശ്യ കരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം അനുവദിച്ചതിന് കർത്തദാസനോടും ദൈവസഭയോടും അവൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.